നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വീണ്ടും ലോകത്തിന് മാതൃകയായി ദുബായ് എത്തുകയാണ്. പ്രവാസികൾക്ക് ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അതായത് പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ദുബായിയെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് അധികൃതർ. പുനരുപയോഗ യോഗ്യമല്ലാത്തതും ഒരു വട്ടം മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയുന്നതുമായ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് നിശ്ചിത തുക ഈടാക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി മറ്റൊരു ക്യാമ്പയിന് കൂടി തുടക്കം കുറിച്ചുകൊണ്ടാണ് ദുബായ് ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെ ദുബായ് ക്യാൻ അഥവാ ദുബായ്ക്ക് കഴിയും എന്ന പേരിലുള്ള ക്യാമ്പയിന്റെ ലക്ഷ്യവും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നത് തന്നെയാകുന്നു. പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ വാങ്ങുന്നതിന് പകരം വീണ്ടും വെള്ളം നിറച്ചുപയോഗിക്കാവുന്ന വാട്ടർ ബോട്ടിലുകൾ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്നത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദാണ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വാട്ടർ ഫൗണ്ടനുകളിൽ നിന്ന് വാട്ടർ ബോട്ടിലുകളിൽ സൗജന്യമായി വെള്ളം നിറച്ചുപയോഗിക്കാമെന്ന സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ചെറിയ മാറ്റം വലിയ സ്വാധീനം എന്നതാണ് ദുബായ് ക്യാൻ ക്യാമ്പയിന്റെ മുദ്രാവാക്യം എന്നത്. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ മനസ്ഥിതി മാറ്റിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് അധികൃതർ ചൂണ്ടിക്കാണിച്ചു. ഇത്തരമൊരു തിരിച്ചറിവിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നതാണ് ക്യാമ്പയിനിലൂടെ അധികൃതർ ഉദ്ദേശിക്കുന്നത്. കൈറ്റ് ബീച്ച് മുതൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ വരെയുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നൂറുകണക്കിന് വാട്ടർ ഫൗണ്ടനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എക്സ്പോ വേദിയിലും ഇത്തരം നിരവധി വാട്ടർ ഫൗണ്ടനുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇവിടെ മാത്രം 50-ലേറെ പുതിയ വാട്ടർ ഫൗണ്ടനുകൾ സ്ഥാപിക്കാനിരിക്കുകയാണ് അധികൃതർ. ഇവിടെ നിന്ന് വാട്ടർ ബോട്ടിലുകളിൽ വെള്ളം നിറയ്ക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഫൗണ്ടനുകളിൽ ലഭിക്കുന്ന വെള്ളം മികച്ച രീതിയിൽ ശുചീകരിച്ചതാണ്. പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ലഭിക്കുന്ന വെള്ളത്തേക്കാൾ മികച്ച നിലവാരം പുലർത്തുന്നതാണ് ഇവിടത്തെയും വെള്ളം. കുടിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലെ വെള്ളം ഉപയോഗിക്കാനാകുമെന്നും അധികൃതർ ചൂണ്ടിക്കാണിച്ചു. റിപ്പോർട്ടുകൾ അനുസരിച്ച് UAE-യിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ 40% ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികളും വാട്ടർ ബോട്ടിലുകളുമാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവ നിയന്ത്രിക്കുന്നതോടെ വലിയൊരളവിൽ പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. മണ്ണിൽ അലിഞ്ഞു ചേരാൻ നൂറുകണക്കിന് വർഷങ്ങളെടുക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ പ്രകൃതി സംരക്ഷണത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് ഷെയ്ഖ് ഹംദാൻ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇതേക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള പ്രചാരണ ക്യാമ്പയിനുകളാണ് വരും ദിവസങ്ങളിൽ ദുബായിൽ നടക്കുക. ദുബായിൽ 2 വർഷത്തിനകം ഒറ്റത്തവണ മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ നേരത്തെ ദുബായ് തീരുമാനിച്ചിരുന്നു. ഘട്ടം ഘട്ടമായി പദ്ധതി നടപ്പിലാക്കാനാണ് ഷെയ്ഖ് ഹംദാന്റെ നേതൃത്വത്തിലുള്ള ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി ഈ വർഷം ജൂലൈ 1 മുതൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് 25 ഫിൽസ് ചാർജ് ഈടാക്കാനാണ് തീരുമാനം. ഇതുപ്രകാരം റീറ്റെയിൽ സ്റ്റോറുകൾ, ടെക്സ്റ്റൈൽ, ഇലക്ട്രോണിക് സ്റ്റോറുകൾ, റെസ്റ്റോറന്റുകൾ, ഫാർമസികൾ, ഓൺലൈൻ ഇ-കൊമേഴ്സ് ഡെലിവറികൾ എന്നിവയുൾപ്പെടെ ദുബായിലുടനീളമുള്ള എല്ലാ സ്റ്റോറുകളിലും താരിഫ് നടപ്പിലാക്കും. സമൂഹത്തിന്റെ ശീലം ക്രമേണയായി മാറ്റിയെടുത്ത് 2 വർഷത്തിനുള്ളിൽ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന ക്യാരി ബാഗുകൾ പൂർണ്ണമായും നിരോധിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.